എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ +1 കുട്ടികളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് +1 കുട്ടികളുടെ തന്നെ +1 അവരുടെ എക്സാം 25-ാം തീയതി ആയതുകൊണ്ട് അവരുടെ കുറച്ച് ചാപ്റ്ററുകളാണ് നമ്മളിനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് +1 കുട്ടികളുടെ ലീനിയർ ഇൻഇക്വാളിറ്റീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഒരു ഫുൾ ചാപ്റ്റർ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ എന്താണ് ഇൻഇക്വാളിറ്റി, ലീനിയർ ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ, ആ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഒരു ഇൻഇക്വാളിറ്റി എന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഒരു ഇൻഇക്വാളിറ്റി? 2 റിയൽ നമ്പേഴ്സ് ഓർ 2 algebraic expressions related by the symbols less than or equal to, greater than or equal to form an inequality. എന്ന് വെച്ചാൽ 2 റിയൽ നമ്പറുകളെയോ 2 റിയൽ നമ്പർ ആകാം, അല്ലെങ്കിൽ ഓർ ഓൾജിബ്രാക് എക്സ്പ്രഷൻസ്, അല്ലെങ്കിൽ ഓൾജിബ്രാക് എക്സ്പ്രഷൻ 2 ഓൾജിബ്രാക് എക്സ്പ്രഷൻ ആകാം, റിലേറ്റഡ് ബൈ ദ സിമ്പിൾസ്. ഇതിന് ഈ പറയുന്ന റിയൽ നമ്പറുകളെയോ ഓൾജിബ്രാക് എക്സ്പ്രഷനുകളെയോ ലെസ് ദാൻ ഓർ ഈക്വൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഈ ഒരു സിമ്പിൾസ് വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ്, അങ്ങനെ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ പറയുന്നതാണ്, അതിനെ വിളിക്കുന്നതാണ് ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വാളിറ്റി ആയിട്ട് എഴുതുന്നതൊക്കെ നമുക്ക് അറിയാം. ഇപ്പോൾ ഉദാഹരണം ഒരു എക്സാമ്പിൾ എഴുതിയാൽ x+3 = 5. എക്സ് ഏതോ ഒരു നമ്പറിൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ 5 കിട്ടുന്നു. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പറയാം അത് 2 ആണെന്ന്. അല്ലെങ്കിൽ സോൾവ് ചെയ്തെടുത്താൽ x = 5, 3 ഇപ്പുറത്ത് വന്നാൽ 5 - 3, x = 2 + 3 അല്ലടാ 5 എന്ന് പറയുന്നത്. ഇതിനെന്ത് പറയാം? ഇത് ഇക്വേഷനാണ്. നമുക്കിതിന് പകരം ഇതൊരു ഇൻഇക്വാളിറ്റി പോലെയാണ് അവർ തരുന്നതെങ്കിൽ x+3 <5, x+3 <5 എന്നാണ് തരുന്നതെങ്കിൽ ഏതോ ഒരു നമ്പറിലൂടെ 3 കൂട്ടുമ്പോൾ 5നേക്കാൾ ചെറുത് കിട്ടുന്നു, 5നേക്കാൾ ചെറുത് എങ്കിൽ എക്സ് നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ x <5, നേരത്തെ പോലെയാണ് ഈ 3 ഇപ്പുറത്ത് വന്നാൽ 5 - 3, x എന്ത് വരും? എന്ത് വരും? 5 - 3 2 വരും. ഓക്കെ, എടാ ഏതോ ഒരു നമ്പറിനോട് 3 കൂട്ടുമ്പോൾ അത് 5നേക്കാൾ ചെറുതാണ്. അപ്പം എങ്കിൽ ആ നമ്പർ 2നേക്കാൾ ചെറുതായിരിക്കണം. 5നേക്കാൾ ചെറുത് വരണമെങ്കിൽ ഇവിടെ നമ്മൾ 2നേക്കാൾ ചെറിയൊരു വാല്യൂ കൊടുക്കണം എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇത് തന്നെ മാറി <= എന്നോ ഗ്രേറ്റർ എന്നോ അല്ലെങ്കിൽ > എന്നൊക്കെ വരാം. ഇതാണ് ഒരു വ്യത്യാസം, ചെയ്യുന്നതിൻ്റെ അകത്ത് നമ്മൾ വരുന്നൊരു വ്യത്യാസം. എന്തോണി ഇൻഇക്വാളിറ്റി ആകുമ്പോൾ എങ്ങനെയാണ് എന്ന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നോർമൽ ഇക്വേഷൻ സോൾവ് ചെയ്തെടുക്കുമ്പോൾ ചെയ്യുന്ന ഒരു ഈക്വൽ സൈനിൻ്റെ ഭാഗത്ത് ഈക്വൽ സൈനിന് പകരമായി ഈ 4 സൈനുകൾ വരും. ഓക്കെ, അങ്ങനെ ഈക്വൽ സൈനിന് പകരമായി ഈ 4 സൈനുകൾ വന്നാൽ അതിനെ വിളിക്കുന്നതാണ് മക്കളെ എന്താ? ഇൻഇക്വാളിറ്റി. ലീനിയർ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെ തന്നെ നമുക്ക് നമ്മുടെ നമ്പർ ലൈനിൻ്റെ അകത്ത് വരയ്ക്കാനൊക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. നമ്പർ ലൈൻ ഇത് നമ്മൾ ഡിനോട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാനൊക്കെ ചോദിക്കും. അപ്പം ആ ഒരു പോർഷൻസൊക്കെ കൂടെ ഉള്ളത് കൊണ്ടാണ് ലീനിയർ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഒന്നാമത്തെ പോർഷനിലെ കണക്കിലേക്ക് പോകാം. ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് ഇൻഇക്വാളിറ്റിയെ സോൾവ് ചെയ്ത് അത് ചിലപ്പോൾ നമ്പർ ലൈനിൽ വരയ്ക്കാൻ പറയും. പിന്നെ ഒരു പോർഷൻ വേർഡ് പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നൊരു പോർഷൻ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് 5x - 3 < 7. ഈ തന്നിരിക്കുന്ന ഇതൊരു ഇൻഇക്വാളിറ്റി ആണ്. നമുക്ക് <= ഗ്രേറ്റർ ദാനോ എന്നത് ഇൻഇക്വാളിറ്റി അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റിയെ സോൾവ് ചെയ്തെടുക്കുക. ആദ്യം സോൾവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, സോൾവ് ചെയ്ത് കിട്ടുന്ന ആ ഒരു ഉത്തരം x is a നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ആ ഉത്തരമായിട്ട് നമ്മൾ ഏതൊക്കെ ആൻസേഴ്സ് എടുക്കും? ഇനി എക്സ് ഒരു ഇൻറ്റിജർ ആണെന്ന് വിചാരിക്കുക. ഇൻറ്റിജർ ആണെങ്കിൽ ഏതൊക്കെയായിരിക്കും നമ്മുടെ ആൻസറുകൾ? എക്സ് ഒരു റിയൽ നമ്പർ ആണെങ്കിൽ ഏതൊക്കെയാണ് നമ്മുടെ ആൻസർ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം സോൾവ് ചെയ്യും. 5x - 3 < 7 ഈക്വൽ സൈൻ വരുമ്പോൾ എങ്ങനെ ചെയ്യുമോ അതുപോലെ തന്നെ അങ്ങ് ചെയ്ത് വിട്ടാൽ മതി, ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. 5x <, 3 അപ്പുറത്ത് പോയാൽ -3 ആ സൈഡിലേക്ക് പോയാൽ 7 + 3. അപ്പോൾ ഇവിടെ എന്ത് വരും? 5x <, 7 + 3 10. x <, 10 × 5 അപ്പുറത്തോട്ട് വരുമ്പോൾ ÷ 5 അല്ലേടാ. അപ്പോൾ x <, 2 എന്ന് വരത്തില്ലേ? x <, 2 എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ. അപ്പോൾ x എന്ന് പറയുന്നത് 2നേക്കാൾ ചെറുതാണ്. ഈ
ഓപ്പണായി നിൽക്കുന്ന ചിഹ്നം കണ്ട അറിയാമല്ലോ, അത് വലിയ നമ്പറിനെ സൂചിപ്പിക്കുന്നു. ഇത് ഈ കുത്താഞ്ചില്ല നമ്മൾ ചിഹ്നം, ആ ഒരു ചിഹ്നം ചെറിയ നമ്പറിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെ ഓർത്ത് വെക്കാം അറിയാത്തവർക്കായിട്ട് കേട്ടോ. അപ്പം x<2, എക്സ് എന്ന് പറയുന്നത് 2-നേക്കാൾ ചെറുതാണ്. എടാ ഇവിടെ ഒന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് എക്സ് എന്താണ്, എക്സ് ഈസ് എ റിയൽ എന്താണ്, നാച്ചുറൽ നമ്പർ. എക്സ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എവിടെ നിൽക്കും? എക്സ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഏതൊക്കെ വില കൊടുക്കാം? എടാ 2-നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പർ ഏതൊക്കെയാണ്? 2-നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പർ എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ എന്ന് പറയും. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പർ, എണ്ണൽ സംഖ്യ എന്നൊക്കെ പറയും. മലയാളത്തിൽ എണ്ണൽ സംഖ്യ എന്ന് പറയും. 2-ന്റെ താഴെയുള്ള എണ്ണൽ സംഖ്യ ഏതാ? എണ്ണി തുടങ്ങുന്ന നമ്മൾ 1 അപ്പം 1 മാത്രമേ ഉള്ളൂ. 2-ന്റെ താഴെ വരുന്നത് 1 മാത്രമാണ് നാച്ചുറൽ നമ്പർ. എടാ അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഇൻറ്റിജർ ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഏത്? ഒരു ഇൻറ്റിജർ ആണെങ്കിൽ എടാ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് നമ്പേഴ്സ്, 0, പോസിറ്റീവ് നമ്പേഴ്സ്, ഇതിനെയാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇൻറ്റിജേഴ്സിൽ ആരൊക്കെ ഉൾപ്പെടും? നെഗറ്റീവ് വരും. ഇപ്പോൾ 0 വരും, ഇങ്ങോട്ടുള്ള നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, അങ്ങോട്ടുള്ള പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കും എല്ലാവരും അതിൽ ഉൾപ്പെടുമല്ലോ. ഇല്ല, എല്ലാവരും അതിൻ്റെ അകത്ത് ഉൾപ്പെടത്തില്ല. കാരണം ആരാണ് അതിൻ്റെ അകത്ത് വരാത്തത്? ഇടയ്ക്കുള്ള ഫ്രാക്ഷനും അല്ലെങ്കിൽ റാഷണൽ നമ്പേഴ്സും അല്ലെങ്കിൽ ഡെസിമൽ ആയിട്ടുള്ള നമ്പരും ഒന്നും അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നില്ല. നമുക്ക് തോന്നുന്നതാണ് എല്ലാവരും അതിൻ്റെ അകത്ത് ഉൾപ്പെടുമെന്നില്ല. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണസംഖ്യകളെന്നാണ് മലയാളത്തിൽ പറഞ്ഞത്. പൂർണ്ണസംഖ്യകൾ, പക്കായിട്ടുള്ള നമ്പേഴ്സ് എന്ന് വെച്ചാൽ പോയിന്റ് വരുന്നതും ഫ്രാക്ഷൻ വരുന്നതൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ അതിലാരൊക്കെ വരൂടാ? 2-നേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ നമുക്കിത് 2-നേക്കാൾ ചെറുത് ആരൊക്കെ വരും? 1, 0 വരും, -1 വരും, -2 വരും, ഇങ്ങോട്ടുള്ള നമ്പേഴ്സ് എല്ലാം വരും. ഓക്കെ, ഇനി ലാസ്റ്റ് ചോദ്യം, തേർഡ് പാർട്ട്, അവസാനത്തെ ചോദ്യം. എടാ എക്സ് എന്ന് പറയുന്നത് എക്സ് ഒരു റിയൽ നമ്പർ ആണെങ്കിൽ എങ്ങനെയാണ് ഉത്തരം വരുന്നത്? എടാ റിയൽ നമ്പർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, അല്ല അറിയാത്തവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇൻറ്റിജർ നമ്മൾ നെഗറ്റീവ്, 0, പോസിറ്റീവ് എന്ന് പറഞ്ഞ പോലെ റിയൽ നമ്പറിൻ്റെ പ്രത്യേകതയാണ് നമ്മളിപ്പം ഒരു 10ാം ക്ലാസ് വരെയൊക്കെ നമ്മൾ പഠിക്കുന്ന റിയൽ നമ്പർ സിസ്റ്റമാണ്. രണ്ട് സിസ്റ്റമാണ് മെയിനായിട്ട്, റിയൽ നമ്പർ, കോംപ്ലക്സ് നമ്പർ. നിങ്ങൾ പഠിച്ചതാണ് കോംപ്ലക്സ് നമ്പർ, നിങ്ങൾ +1 തന്നെ പഠിക്കുന്നതാണ്. ഒക്കെ വരുന്നതിനാണ്, റൂട്ടിൻ്റെ അകത്ത് നെഗറ്റീവ് ഒക്കെ വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. പക്ഷേ റിയൽ നമ്പറിൻ്റെ ബ്രാഞ്ചിൻ്റെ അകത്ത് വരുന്ന നമ്പേഴ്സാണ് നമ്മൾ ഒരു 10ാം ക്ലാസ് വരെ, +1 തൊട്ട് മുമ്പ് വരെ പഠിച്ചിട്ടുള്ള റിയൽ നമ്പറിൻ്റെ അകത്ത്. റിയൽ നമ്പറാണ് മെയിൻ ആൾ. റിയൽ നമ്പർ മെയിൻ ആളാണ്. അയാളുടെ ബ്രാഞ്ചായിട്ട് വരുന്നതാണ് ഓഡ് നമ്പർ, ഈവൻ നമ്പർ, നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, ഇൻറ്റിജർ, പിന്നെ ഏതാ റാഷണൽ, ഇറാഷണൽ, പിന്നെ അങ്ങനത്തെ ഒരുപാട് നമ്പേഴ്സ് നമ്മൾ പഠിക്കുന്നത്. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. റിയൽ നമ്പറിൻ്റെ ബ്രാഞ്ചാണ്. അപ്പോൾ റിയൽ നമ്പറാണ് മെയിൻ. അപ്പോൾ റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാവരും ഉൾപ്പെടും. എന്ന് വെച്ചാൽ ഇപ്പം 2-നേക്കാൾ ചെറിയ റിയൽ നമ്പർ പറയാൻ പറഞ്ഞാൽ 2-നേക്കാൾ ചെറിയ റിയൽ നമ്പർ പറയാൻ പറഞ്ഞാൽ 2-നേക്കാൾ ചെറിയ റിയൽ എന്ന് പറയുമ്പോഴത്തേക്കും 2-നേക്കാൾ ചെറുത് ഏതാണ്? 1, 0, -1ഒക്കെയാണ്. പക്ഷേ റിയൽ എന്ന് ഉദ്ദേശിക്കുമ്പം 2-ന്റെ തൊട്ട് പുറകിലുള്ള 2-ന്റെ ഇപ്പോൾ 1ഉം 2ഉം നമ്മൾ വരച്ചാൽ 0, 1, 2 വരച്ചാൽ 1-ന്റെയും 2-ന്റെയും തൊട്ട് പുറകിലുള്ള, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് സാർ ഉദ്ദേശിക്കുകയാണ്, കറക്റ്റ് നമ്പർ ആകണമെന്നില്ല, 1.9999 എന്ന് പറഞ്ഞൊരു നമ്പറുണ്ട്. അതുവരെ എന്തിൻ്റെ അകത്ത് ഉൾപ്പെടും? റിയൽ നമ്പറിൻ്റെ അകത്ത് ഉൾപ്പെടും. എന്നാൽ റിയൽ നമ്പറിൻ്റെ അകത്ത് നിന്ന്, പക്ഷേ ഇൻറ്റിജർ ആണെങ്കിൽ 2-ന്റെ തൊട്ട് പുറകിലുള്ളത് 1ആണ്. നമുക്ക് ധൈര്യമായിട്ട് പറയാം 2-ന്റെ തൊട്ട് പുറകിലുള്ളൊരു ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ അത് 1 ആണ്. ഓക്കെ, പക്ഷേ 2-ന്റെ തൊട്ട് പുറകിലുള്ള റിയൽ നമ്പർ ചോദിച്ചാൽ അതിൻ്റെ അകത്ത് നമുക്ക് ആരെ പറയാൻ പറ്റത്തില്ല? 1 എന്ന് പറയാൻ പറ്റത്തില്ല. 1.999 നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം തൊട്ട് മുമ്പുള്ളത് 1.99 ആണെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കാൻ നിന്നാൽ 1-ന്റെയും 2-ന്റെയും ഇടയ്ക്ക് തന്നെ കോടിക്കണക്കിന് സംഖ്യകളുണ്ട്, ഒരുപാട് സംഖ്യയുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സെറ്റ് ബ്രാക്കറ്റിൽ റിയൽ നമ്പറിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് റിയൽ നമ്പർ എന്ന് ചോദിച്ചാൽ മാത്രം നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് ഓപ്പൺ ബ്രാക്കറ്റ്, ക്ലോസ്ഡ് ബ്രാക്കറ്റ്. ശ്രദ്ധിച്ചാൽ മതി, സിമ്പിളായിട്ട് സാറ് പറഞ്ഞുതരാം. 2 എടാ 2 ആളുകളെ ഓർത്തിരിക്കുക. ഒന്ന് നടുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ നമ്പർ ഏതാണ്? 2 അല്ലേ നമ്മുടെ നമ്പർ. 2-ന്റെ റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സാണ്. അതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് ഇൻഫിനിറ്റി എന്ന് ആലോചിക്കുക. 2-ന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോസിറ്റീവ് നമ്പർ ഉണ്ട്, തൊട്ട് പുറകിൽ 1 ഉണ്ട്, അതിൻ്റെ പുറകിൽ 0 ഉണ്ട്. എങ്കിലും 2-ന്റെ പുറകിലോട്ടുള്ള മെജോറിറ്റി നമ്പേഴ്സും കൂടുതൽ നമ്പേഴ്സും ഏതാണെന്ന് നോക്കണം. കൂടുതൽ ശ്രദ്ധിക്കണം ആ പോയിന്റ്. മെജോറിറ്റി ഓഫ് നമ്പേഴ്സ് ഏതാണെന്ന് നോക്കണം. എടാ നെഗറ്റീവ് നമ്പറാണ്, അതുകൊണ്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി, പുറകിലോട്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി. ഓക്കെ, നെഗറ്റീവ് ഇൻഫിനിറ്റി. അപ്പം ഈ 2 ടൈമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ കിട്ടുന്ന ആൻസർ എടുത്ത് ആദ്യം എഴുതുക. എക്സ് ഈക്വൽ ടു എന്നിട്ട് ഇങ്ങോട്ട് ഒരു ട്രിക്ക് കാണിച്ചിട്ട് ഇങ്ങോട്ട് നീക്കി എഴുതുക. അപ്പം 2-നേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ ഏത് ഇൻഫിനിറ്റിയാണ്? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് സൈഡല്ലേ. അപ്പം 2-ന്റെ തൊട്ട് പുറകിൽ നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് കൊടുക്കുക.
അപ്പം ക്വസ്റ്റ്യനിൽ കിട്ടിയ ഉത്തരം ഇച്ചിരി ഇങ്ങോട്ട് നീക്കി എഴുതുക. അഥവാ പോസിറ്റീവാണ് വേണ്ടി വരുന്നതെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന് വന്നായിരുന്നെങ്കിൽ നമ്മൾ കോമ പോസിറ്റീവ് എന്ന് കൊടുത്തന്നെ ഇപ്പുറത്ത്. ഇനി ഇവിടെ വരുന്ന ബ്രാക്കറ്റ് ഏതാണ്? ഓപ്പൺ ബ്രാക്കറ്റ് ആണോ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണോ? എടാ നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എവിടെയോ നിൽക്കുന്ന ഒരു നമ്പർ, അതിനെ നമ്മൾ ഇൻഫിനിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ ഒരാൾ പറയാണ് ഇൻഫിനിറ്റിക്ക് തൊട്ടിപ്പുറത്ത് വേറൊരു നമ്പറില്ലേ, ഇപ്പം ഇൻഫിനിറ്റി കൊണ്ട് നിർത്തുന്നു, ഇൻഫിനിറ്റിയോട് 1 കൂട്ടിയാൽ പുതിയൊരു നമ്പർ ആയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അനന്തമായ നിൽക്കാത്തൊരു സംഖ്യയാണ്. അപ്പോൾ അതുകൊണ്ട് നിൽക്കാത്ത നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഓപ്പൺ ബ്രാക്കറ്റ്. എടാ ഇനി 2ന് ഇൻഫിനിറ്റിക്ക് എപ്പോഴും ഓപ്പൺ ബ്രാക്കറ്റ്, അതിപ്പം പോസിറ്റീവ് ഇൻഫിനിറ്റി ആണെങ്കിലും ഓപ്പൺ ബ്രാക്കറ്റ്. ഇപ്പം ഇവിടെ തിരിച്ച് ഈ ക്വസ്റ്റ്യൻ എക്സ് ഗ്രേറ്റർ ദാൻ 2 എന്നായിരുന്നെങ്കിൽ നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു ഏത് 2 എഴുതി, പിന്നെ അപ്പുറത്തൊരു ഇൻഫിനിറ്റി കൊടുത്തതിന് അപ്പോഴും അവിടെ നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഓപ്പൺ ആയിരിക്കും. ഇൻഫിനിറ്റിക്ക് എപ്പോഴും ഓപ്പൺ ആണ്, അത് ഡൗട്ട് അടിക്കേണ്ട. ഇൻഫിനിറ്റിക്ക് അത് അങ്ങ് പഠിച്ചു വെച്ചാൽ ഓക്കെയാണ്. പിന്നെ മറ്റേതിൻ്റെ സൈൻ ഏത് ബ്രാക്കറ്റ് നോക്കിയാൽ മതി. ഇൻഫിനിറ്റി നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഓപ്പൺ ആണ്, ഓപ്പൺ ബ്രാക്കറ്റ്. ഓക്കെ, ഇനി ഇവിടെ 2ന് വരുന്നത് ഓപ്പൺ ബ്രാക്കറ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ 2 അതിൽ ഉൾപ്പെടുന്നില്ല, 2 ഉൾപ്പെടുന്നില്ല. എന്നാൽ 2ൻ്റെ തൊട്ട് പുറകിലുള്ള 1.9999 വരെ അതിൻ്റെ അകത്ത് ഉൾപ്പെടും. അങ്ങനെയാണ് ഈ ഓപ്പൺ ബ്രാക്കറ്റ് ചുമ്മാ ഇടുന്നതല്ല, ഈ ഓപ്പൺ ബ്രാക്കറ്റിന് നല്ലൊരു അർത്ഥമുണ്ട്. 2 ഉൾപ്പെടുന്നില്ല എന്നാൽ 2ൻ്റെ തൊട്ട് പുറകിലുള്ള ആൾ വരെ ഉൾപ്പെടുന്നുണ്ട്. നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്താണ് നമ്മൾ കൊടുക്കുകയാണ് എക്സിൻ്റെ വാല്യൂ ആയിട്ട് ഓപ്പൺ എ ഓപ്പൺ ബി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ബിയുടെയും എയുടെയും ബിയുടെയും ഇടയ്ക്ക് 2 റാൻഡം ആയിട്ടുള്ള നമ്പറാണ് എയും ബിയും, അതിൻ്റെ 2ൻ്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് ഉൾപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ബി ഉൾപ്പെടുന്നില്ല, ബിയുടെ തൊട്ട് പുറകിലുള്ള തൊട്ട് പുറകിൽ അടുത്ത് നിൽക്കുന്ന നമ്പർ ഒരു ഉൾപ്പെടും. ഇനി ഓപ്പൺ എ, അതിൻ്റെ അർത്ഥം എ ഉൾപ്പെടുന്നില്ല എന്നാൽ എ കഴിഞ്ഞ് ഉള്ള നമ്പേഴ്സ് എല്ലാം അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അതുപോലെയാണ് ഇവിടുത്തെ 2ൻ്റെ അർത്ഥം. 2 ഉൾപ്പെടുന്നില്ല എന്നാൽ 2ൻ്റെ തൊട്ട് പുറകിലുള്ള 1.999 വരെ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈക്വൽ വന്നായിരുന്നെങ്കിൽ നമുക്ക് ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ 2 ഉൾപ്പെടുന്നു, ക്ലോസ്ഡിൻ്റെ അർത്ഥം ആ നമ്പറും കൂടെ ഉൾപ്പെടുന്നുണ്ട്, ഓപ്പണിൻ്റെ അർത്ഥം ആ നമ്പർ ഉൾപ്പെടുന്നില്ല. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. അടുത്തൊരു ചോദ്യം നമുക്ക് നമ്പർ ലൈനും കൂടെ വരയ്ക്കുന്ന ഇതേപോലെ സോൾവ് ചെയ്യുന്ന ചോദ്യവും അതിൻ്റെ കൂടെ തന്നെ നമ്പർ ലൈനോടെ വരയ്ക്കുന്ന ഒരു ചോദ്യം നമുക്ക് പറയാം. സോൾവ് ദ ഇൻഇക്വാളിറ്റി ആൻഡ് ഷോ ദ ഗ്രാഫ് ഓഫ് ദ സൊല്യൂഷൻ ഓൺ നമ്പർ ലൈൻ. ഈ ഇൻഇക്വാളിറ്റി എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന ഇൻഇക്വാളിറ്റിയെ സോൾവ് ചെയ്യുക, അതിനുശേഷം ഷോ ദ ഗ്രാഫ് ഓഫ് ദ സൊല്യൂഷൻ ഓൺ നമ്പർ ലൈൻ. ഇതിൻ്റെ ഗ്രാഫ് എന്തിൽ വരയ്ക്കുക? നമ്പർ ലൈനിൽ വരച്ചു കൊടുക്കുക. എടാ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ സോൾവ് ദ ഇൻഇക്വാളിറ്റി ഫോർ റിയൽ എക്സ് എന്നൊക്കെ ചോദിക്കും. സോൾവ് ദ ഇൻഇക്വാളിറ്റി ഫോർ റിയൽ എക്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ചെയ്ത കണക്കിൽ തേർഡ് പാർട്ടിലൊരു ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു. എ പാർട്ട് എന്താണ്? എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ, ബി പാർട്ട് എക്സ് ഈസ് ആൻ ഇൻറ്റിജർ, സി പാർട്ട് എക്സ് ഈസ് എ റിയൽ നമ്പർ. ആ സി പാർട്ടായിട്ടുള്ള എക്സ് ഈസ് എ റിയൽ നമ്പർ ആ ഉത്തരം മാത്രം എഴുതുന്നതിനാണ് സോൾവ് ദ ഇൻഇക്വാളിറ്റി ഫോർ റിയൽ എക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചോദ്യം കണ്ടാൽ ഇതുപോലത്തെ ഒരു ഇൻഇക്വാളിറ്റി തന്നാൽ സോൾവ് ചെയ്ത് റിയൽ നമ്പറിൻ്റെ കേസിൽ എഴുതി കൊടുക്കുക. എന്ന് വെച്ചാൽ നമുക്ക് ആ ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് വെച്ചൊക്കെ ഇൻഫിനിറ്റി ഒക്കെ എഴുതിയില്ലേ കഴിഞ്ഞ കണക്കിൽ, അതുപോലെ. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത സോൾവ് ദ ഇൻഇക്വാളിറ്റി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം ഇൻഇക്വാളിറ്റി എന്ന് മാത്രം പറയുകയോ അല്ലെ സോൾവ് ദ ഇൻഇക്വാളിറ്റി ഫോർ റിയൽ എക്സ് എന്ന് പറയുകയോ ചെയ്താൽ അത് റിയൽ നമ്പറിനെയാണ് ഉദ്ദേശിക്കുന്നത്. റിയൽ എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണെന്നറിയാം. സോൾവ് ദ ഇൻഇക്വാളിറ്റി എന്ന് ചുമ്മാതെ വെറുതെ ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്യാൻ മാത്രം പറഞ്ഞാലും റിയൽ എക്സ് ആണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്, ഓപ്പൺ ക്ലോസ്ഡ് ബ്രാക്കറ്റൊക്കെ വെച്ച്. ഈ ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകത ഇതിൽ എന്തുകൂടെ പറയുന്നുണ്ട്? നമ്പർ ലൈനിൽ വരയ്ക്കാൻ, നമ്പർ ലൈനിൽ അതെന്താണ് സോൾവ് ചെയ്ത് കാണിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മക്കൾ ഒന്നുകൂടെ എടുത്ത് എഴുതണം. അതിനുശേഷം എടാ ശ്രദ്ധിക്കുക, 3 × x - 2/5 ലെസ് ദാൻ ഓർ ഈക്വൽ 5 × 2 - x/3. ഇതേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഒറ്റ വരിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. പക്ഷെ ഇതാണ് ചെയ്ത് പഠിക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ ഒറ്റ വരിയിലായിട്ട് വരുന്നതൊക്കെ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് തന്നെ സാർ ഇട്ടത്. എടാ ഇത് കണ്ടോ, a/b = c/d ഫോമുല. a/b = c/d ആ ഒരു ഫോമിൽ വന്നാൽ ഈ ഡിയെ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം, ബിയെ അങ്ങോട്ട് ഇൻറ്റു ചെയ്യാം. ഒരു രീതിയാണ് a × d, AD = b × c, BC അതുപോലെ ചെയ്യുക. അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. അതുപോലെ ഈ 3യെ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം, ഈ 5നെ ഇങ്ങോട്ടും കൊടുക്കാം. 3 ഇങ്ങോട്ട് വന്നാൽ 3 ഇപ്പുറത്തേക്ക് വന്നാൽ 3 × 3 9 ആകത്തില്ലടാ, 9 × x - 2 എന്ന് വരും. ലെസ് ദാൻ ഓർ ഈക്വൽ ഈ 5 ഇങ്ങേക്ക് പോയാൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ 5 × 5 25 × 2 - x എന്ന് വരും. ഓക്കെ, ഇനി അകത്തോട്ട് കൊടുത്താൽ 9 × x 9x - 9 × 2 18 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 × 2 50. ഓക്കെ, 50 - 25 × x 25x.
ഇവിടെ ഇതിൽ എന്താണ് വേരിയബിൾ ടേം ഉണ്ട്, നമ്പർ ടേമും ഉണ്ട്. 9x വേരിയബിൾ ആണ്, 25x വേരിയബിൾ ആണ്. 18 എന്താണ്, 18 ഒരു നമ്പറാണ്, 50 ഒരു നമ്പറാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എക്സിനെ പോസിറ്റീവ് ആക്കി നിർത്താൻ നോക്കുക. എന്ന് വെച്ചാൽ ഈ -25 ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ അത് +25 ആയിക്കോളും. അപ്പോൾ അതങ്ങ് പോസിറ്റീവ് ആയിക്കോളും. ഈ 9x അപ്പുറത്ത് കൊണ്ടുപോയാൽ നെഗറ്റീവ് ആകത്തുള്ളൂ. അതിനെക്കാട്ട് നല്ലത് 25xനെ ഇപ്പുറത്ത് കൊണ്ടുവരിക. 9x 25x ഇപ്പുറത്ത് വന്നാൽ +25x <= 50. -18 അപ്പുറത്ത് പോയാൽ +18 ഇത് രണ്ടോടെ ആഡ് ചെയ്യുമ്പം 25ഉം 9ഓട് ആഡ് ചെയ്താൽ 25x 9xോട് ആഡ് ചെയ്താൽ 34x <= ഇത് രണ്ടോടെ ആഡ് ചെയ്യുമ്പം 50ഉം 18ഉം കൂടെ ആഡ് ചെയ്താൽ 68 എടാ ഇപ്പം എന്തോ ഒരു ഉത്തരം x <= 68 34 ഇപ്പുറത്ത് വന്നാൽ /34. x <= തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 34 × 1 34, 34 × 2 68. അപ്പം x <= 2 എന്ന് വന്നു ഉത്തരം. x <= 2. എടാ x <= 2 എന്ന് ഉത്തരം കിട്ടിയെടുത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് റിയൽ നമ്പറിൽ എഴുതുന്നത്? റിയൽ നമ്പറിൻ്റെ ഉത്തരമായിട്ട് എഴുതുമ്പോൾ x എവിടെയാണ് നിൽക്കുന്നത്? x = നമ്മൾ ആദ്യം തന്നെ ധൈര്യമായിട്ട് 2 കൊടുക്കുക. പിന്നെ ഇൻഫിനിറ്റി ചെയ്ത് കൊടുക്കും. x <= 2 ലെസ്ദാനാണ്, 2വിനേക്കാൾ ചെറുത്. 2വിനേക്കാൾ ചെറിയ നമ്പറോ അല്ലെങ്കിൽ 2ഓ വരും ഉത്തരമായിട്ട്. 2ഉം അല്ലെങ്കിൽ 2വിനെക്കാട്ടി ചെറുതുമാണ് ഉത്തരം വരുന്നത്. 2വിനെക്കാട്ടി ചെറുതെന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് നമ്പേഴ്സും നെഗറ്റീവ് ഇൻഫിനിറ്റി അല്ല, നെഗറ്റീവ് നമ്പേഴ്സ് അല്ലേ, അതുകൊണ്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റിക്ക് എപ്പോഴും ഏത് ബ്രാക്കറ്റ്? ഓപ്പൺ ബ്രാക്കറ്റ്. ഇനി 2വിന് ഏത് ബ്രാക്കറ്റാണെന്ന് നോക്കുക. കഴിഞ്ഞ കണക്കിൽ എന്തായിരുന്നു? ഓപ്പൺ ബ്രാക്കറ്റ് ആയിരുന്നു. അവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എടാ = വന്നാൽ ആ നമ്പരും ഉൾപ്പെടുന്നുണ്ടെന്നാണ് അർത്ഥം. ആ നമ്പർ ഉൾപ്പെടുന്നു എന്ന് കാണിക്കാൻ ക്ലോസ്ഡ് ബ്രാക്കറ്റാണ് കൊടുക്കേണ്ടത്. ഈ ബ്രാക്കറ്റ് കണ്ടാൽ അതിൻ്റെ അർത്ഥം 2 ഉൾപ്പെടുന്നുണ്ട്, അതിനെക്കാട്ടി ബാക്കിലോട്ടുള്ള നമ്പേഴ്സും. ഓക്കെ, ഇനി ഇത് നമ്പർ ലൈനിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്പർ ലൈനിൽ വരയ്ക്കാനാണ് മക്കളെ ശ്രദ്ധിക്കേണ്ടത്. 2 അല്ലേ നമ്മുടെ മെയിൻ പോയിന്റ്, 2 ആണ് നമ്മുടെ മെയിൻ പോയിന്റ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം കേട്ടോ. 0 റൈറ്റ് സൈഡിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സ്, ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സ്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്പേഴ്സ്, അങ്ങോട്ടും നമ്പേഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 ആ 2 എന്ന് പറയുന്ന പോയിന്റിൽ കൊണ്ട് ഒന്ന് റൗണ്ട് ചെയ്യുക. 2-ൽ കൊണ്ട് റൗണ്ട് ഇടുക. 2-ൽ റൗണ്ട് ഇടുക. 2വിനേക്കാൾ ചെറിയ നമ്പേഴ്സും 2 ഉണ്ടെന്നല്ലേ അർത്ഥം. 2വിനേക്കാൾ ചെറുതെന്ന് പറയുമ്പോൾ ഈ സൈഡിലോട്ട് വരും. ആ സൈഡിലോട്ട് വരച്ചതിന് ശേഷം ചുമ്മാ ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ടേക്ക്. ഇത് വേറെ രീതിയിൽ വരയ്ക്കുന്നവരൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ മണ്ടക്കോട്ട് ഒരു ലൈൻ ഇങ്ങനെ മുക്കി ഇപ്പുറത്തോട്ട് വരയ്ക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ വരയ്ക്കാം, നമ്മുടെ ഇഷ്ടമാണ്. എടാ ഇവിടെ ഈ ഹോള് വരച്ചേക്കുന്നുണ്ട <= എന്ന് വന്നതുകൊണ്ട് നമ്മളിവിടെ എന്ത് ചെയ്യും? ഒന്ന് കറുപ്പിക്കും. കറുപ്പിക്കുന്നതിൻ്റെ അർത്ഥം 2 അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നുണ്ട്, 2ഉം അതിനേക്കാൾ ചെറുതും എന്നാണ് അർത്ഥം. ഇവിടെ കറുപ്പിക്കുന്നില്ല, നമ്മളിങ്ങനെ ഹോള് പോലാണ് ഇടുന്നതെങ്കിൽ, ഹോള് പോലാണ് ഇടുന്നതിൻ്റെ അർത്ഥം x <= 2 എന്നായിരുന്നു വന്നതെങ്കിൽ, x <= 2 എന്ന് വന്നായിരുന്നെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ഒരു ഹോൾ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ = ഉണ്ട്. ഈ ഹോൾ കൊടുക്കുന്നതിൻ്റെ അർത്ഥം 2 അതിലില്ല, 2 ഇല്ല. എന്നാൽ തൊട്ട് പുറകിലുള്ള 1.9999 വരെ ഉണ്ട്. പക്ഷേ ഈ കറുപ്പിക്കുന്നതിൻ്റെ അർത്ഥം 2ഉം അതിനേക്കാൾ ചെറുതും, 2ഉം ഉണ്ട് അതിനേക്കാൾ ചെറുതുമുണ്ട്. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് ചോദിക്കുന്നത്. സോൾവ് ദ ഇൻഇക്വാളിറ്റി ആൻഡ് ഷോ ദ ഗ്രാഫ് ഓഫ് ദ സൊല്യൂഷൻ ഓൺ നമ്പർ ലൈൻ. മോഡൽ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഇതേ പാറ്റേൺ ക്വസ്റ്റ്യൻ. എടാ ഇതിപ്പോൾ ഇത്രയും ഫ്രാക്ഷനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ തരാനുള്ള കാരണം നിങ്ങൾ എക്സാമിന് ചിലപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങോട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കും തരുന്നത്. അല്ലെ ഇങ്ങനത്തെ തരാം. പക്ഷെ ഇത് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ ഈ ഒരു ടൈപ്പ് വരുന്നത് ചെയ്യും. ഇതേപോലെയാണ് സെൻറ്റൻസ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ഇക്വേഷൻ ആയിരുന്നെങ്കിൽ നിങ്ങളത് ചെയ്തോളും. ഓക്കെ, അതുകൊണ്ടാണ് സാർ ഈ ഒരു ഇച്ചിരി ടഫുള്ള ടൈപ്പ് തന്നത്. അപ്പോൾ അത് ചെയ്ത് പഠിച്ചാൽ ഓക്കെയാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസാണ് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള 2 പ്രധാന ചോദ്യങ്ങൾ. അപ്പോൾ മക്കളെ, അപ്പോൾ നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അത്യാവശ്യം ഇപ്പം ഈ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് ചോദിക്കുന്നില്ല. പക്ഷേ എങ്കിലും നമ്മളുടെ ഈ എക്സാമിൻ്റെ +2കാരുടെയും എക്സാം നിങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ കണ്ടവരാണ്. പാറ്റേണൊക്കെ മാറിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം പഠിപ്പിച്ച 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാതെ പോകരുത്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വേർഡ് പ്രോബ്ലം എന്ന് പറയും. വേർഡ് പ്രോബ്ലം ടൈപ്പുള്ള 2 ക്വസ്റ്റ്യനോട് നമുക്ക് ചെയ്യിപ്പിക്കാം. അതുകൂടെ നോക്കിയിട്ടേ പോകാവുള്ളൂ. എടാ ക്വസ്റ്റ്യൻ രവി ഒബ്റ്റൈൻഡ്. രവി എന്ന് പറയുന്ന ഒരാൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കാണ് 70 and 75 മാർക്സ് എന്താ ഫസ്റ്റ് 2 യൂണിറ്റ് ടെസ്റ്റ്. ആദ്യത്തെ 2 യൂണിറ്റ് ടെസ്റ്റിൽ 70ഉം 75 മാർക്കുമാണ് രവി എന്ന് പറയുന്നൊരു കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ മിനിമം മാർക്ക് ഹീ ഷുഡ് ഗെറ്റ് ഇൻ ദ 3rd ടെസ്റ്റ്. 3ാമത്തെ ടെസ്റ്റിൽ അവൻ എത്ര മാർക്ക് മേടിച്ചാലാണ് ടു ഹാവ് ആൻ ആവറേജ് ഓഫ് അറ്റ്ലീസ്റ്റ് 60. ആ ഒരു ആവറേജ് എന്താണ്? അറ്റ്ലീസ്റ്റ് 60 വരുന്നത് എപ്പോഴാണ്? അറ്റ്ലീസ്റ്റ് 60
കുറഞ്ഞത് 60 ആവറേജ് വരണമെങ്കിൽ 60 മാർക്കെങ്കിലും ആവറേജ് വരണമെങ്കിൽ മൂന്നാമത്തെ പരീക്ഷയിൽ അവൻ എത്ര മാർക്ക് മേടിക്കണം എന്നാണ് ചോദ്യം. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ സാറൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. എടാ, ഒന്നാമത്തെ പരീക്ഷയിൽ 70 മാർക്ക്, അടുത്ത പരീക്ഷയിൽ 75 മാർക്ക്. മൂന്നാമതൊരു പരീക്ഷ നടത്തുമ്പോൾ അവൻ എത്ര മാർക്ക് മേടിച്ചാൽ ആ 3 പരീക്ഷയുടെയും കൂടെ ആവറേജ് എടുക്കുമ്പോൾ കുറഞ്ഞത് 60 വരും. കുറഞ്ഞത് 60 എന്ന് പറയുമ്പം അതിൽ കൂടിയാലും കുഴപ്പമില്ലെന്ന് അതിൻ്റെ അർത്ഥം. കുറഞ്ഞത് 60 എന്ന് പറഞ്ഞാൽ 60, അതിൽ കുറയരുത്, അതിൽ കൂടാം. ഓക്കെ, എന്ന് വെച്ചാൽ 59 ആകരുത്, 60ൻ്റെ മണ്ടക്കുള്ള 61 അതിൻ്റെ മണ്ടക്കോട്ടുള്ള നമ്പേഴ്സോ എന്താണ് മാർക്കോ കിട്ടാം, കുഴപ്പമില്ല. അപ്പം മൂന്നാമത്തെ യൂണിറ്റ് ടെസ്റ്റിൽ കിട്ടുന്ന മാർക്കിനെ നമ്മൾ എന്ത് വിളിക്കും? എക്സ് എന്ന് വിളിക്കും. ലെറ്റ് എക്സ് ബി ദ മാർക്ക് ഒബ്റ്റെയിൻഡ് ഇൻ, അറിയാത്തതുകൊണ്ട് എക്സ്, ഒബ്റ്റെയിൻഡ് ഇൻ തേർഡ് യൂണിറ്റ് ടെസ്റ്റ്. മൂന്നാമത്തെ യൂണിറ്റ് ടെസ്റ്റിലെ മാർക്കിനെ നമ്മൾ എന്തെന്ന് വിളിക്കുകയാണ്? എക്സ് എന്ന് വിളിക്കുകയാണ്, എക്സ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ ആവറേജ് കാണുന്ന 3 പരീക്ഷയുടെ ആവറേജ് എങ്ങനെ കാണുന്ന? ആവറേജ് എന്ന് പറഞ്ഞാൽ ആ 3 കൂടെ കൂട്ടി തന്നിരിക്കുന്ന ഡേറ്റ കൂട്ടി അത് എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനല്ലേ ആവറേജ് എന്ന് പറയുന്നത്. ഇപ്പം ഏതൊക്കെയാണ് നമ്മുടെ ഉള്ളത്? 70 ഉണ്ട്, അടുത്ത പരീക്ഷയ്ക്ക് 75, മൂന്നാമത്തെ പരീക്ഷയിൽ അറിയാത്തതുകൊണ്ട് എക്സ് എന്ന് കൊടുത്ത് 75 മൂന്നാമത്തെ പരീക്ഷയുടെ എക്സോടെ കൂട്ടി എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന ആ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ ആവറേജാണ്. ആ ആവറേജ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 60, കുറഞ്ഞത് ഈ കൂട്ടുമ്പോൾ കിട്ടുന്നത് കുറഞ്ഞത് 60 ആയിരിക്കണം. കുറഞ്ഞത് 60, അതിൽ കൂടിയാലും കുഴപ്പമില്ല. അപ്പം ഒന്നില്ലെങ്കിൽ കൂടാം, അല്ലെങ്കിൽ കറക്റ്റ് എന്ത് വരാം? 60 വരാം. 60നേക്കാൾ കൂടുതലോ അല്ലെ കറക്റ്റ് അറ്റ്ലീസ്റ്റ് 60യുടെ അർത്ഥം ഒന്നില്ലേ കറക്റ്റ് 60, അല്ലെങ്കിൽ അതിനെക്കാട്ടി കൂടണം. കുറഞ്ഞത് 60. എടാ, കുറഞ്ഞത് 60 മേടിക്കണേ. 3 പരീക്ഷയുടെ കൂട്ടുമ്പോൾ കുറഞ്ഞ 70. ഇപ്പം എന്നോട് പറയാണ് 70-75 മാർക്ക് മേടിച്ച് ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റിൽ, മൂന്നാമത്തെ യൂണിറ്റ് ടെസ്റ്റിൽ നീ ഒരു മാർക്ക് മേടിക്കണം. എന്നിട്ട് ആ 3 കൂടെ കൂട്ടുമ്പം നിൻ്റെ ആവറേജ് 60 വരണേ എന്ന് പറഞ്ഞാൽ 60 വരണേ എന്ന് പറയാം. അപ്പം അത് കുറയരുത്, അതിൽ കൂടാം. ഒന്നല്ല ആ മാർക്ക് തന്നെ മേടിക്കുക, അല്ലെങ്കിൽ അതിൽ കൂടാം. ഓക്കെ, അപ്പം ഇത് കൂട്ടുമ്പോൾ എത്ര വരും? ഇതിൻ്റെ ആവറേജ് എങ്ങനെ കാണുന്നത്? 17-75 കൂടെ കൂട്ടുമ്പം 17-75 കൂടെ കൂട്ടിയാൽ എത്ര വരും? 70-75 കൂടെ കൂട്ടുമ്പം 145 പ്ലസ് എക്സ് ബൈ 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60. ഇവിടെ ഈ 3 ഇപ്പുറത്തോട്ട് വന്നാൽ 145 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ഇൻറ്റു എന്ത് വരും? 3 വരും. ഓക്കെ, അപ്പോൾ 145 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ഇൻറ്റു 3 18 180 വരും. അപ്പോൾ എക്സ് എന്ത് വരും ഇവിടെ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180, 145 ഇപ്പുറത്ത് വന്നാൽ -145. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 180 145 പോയാൽ 35 എന്ന് വെച്ചാൽ എടാ മൂന്നാമത്തെ യൂണിറ്റ് ടെസ്റ്റിൽ 35 മാർക്കോ അതിൽ കൂടുതലോ മേടിക്കണം. ഒന്നില്ലെങ്കിൽ 35, അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ആ 35 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ 35 മേടിച്ചാലുള്ള പ്രത്യേകത, നിങ്ങളിവിടെ 35 ഇട്ട് കൊടുത്ത് നോക്കുക. 35 ഇട്ട് കൊടുത്ത് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു നമ്പർ 35 കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും കൂട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു സമ്മിന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ഉത്തരം 60 എന്ന് കിട്ടും. കറക്റ്റ് 60 എന്ന് വെച്ചാൽ 35 മാർക്ക് മേടിച്ചാൽ കറക്റ്റ് ആവറേജ് കറക്റ്റ് 60 എന്ന് വരും. അപ്പം 35 മേടിച്ചാൽ കറക്റ്റ് 60 വരുമെങ്കിൽ 35ൻ്റെ മണ്ടയ്ക്ക് മേടിച്ചാൽ 60യെക്കാട്ടി കൂടത്തില്ലേ ആവറേജ്? അപ്പം അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു മാർക്ക് വരണം, അല്ലെങ്കിൽ അതിൽ കൂടണം, കുറയരുത്. അറ്റ്മോസ്റ്റ് എന്നാണ് വരുന്നതെങ്കിൽ ഈ സൈൻ തിരിഞ്ഞാൽ അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് വരരുത്, അതിൻ്റെ താഴോട്ട് വരാം. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലീസ്റ്റാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കാട്ടി കുറയരുത്, പക്ഷേ കൂടാം. കുറയരുത് എന്ന് പറയുമ്പോൾ കൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഏറ്റവും കൂടുതലെന്ന് പറയുമ്പം കുറയുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഇതുപോലത്തെ ഒരു ചോദ്യം കൂടെ നമുക്കൊന്ന് ചെയ്യാം. വേറെയുള്ളൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്തൊരു ടൈപ്പ്, ഫൈൻഡ് ഓൾ പെയർസ് ഓഫ് കോൺസിക്യൂട്ടീവ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ബോത്ത് ഓഫ് ദം ആർ ലാർജർ ദാൻ 5 സച്ച് ദാറ്റ് ദെയർ സം ലെസ് ദാൻ 23. എടാ, കുറച്ച് പെയർ ഓഫ് കോൺസിക്യൂട്ടീവ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് കണ്ടുപിടിക്കണം. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്, അടുത്തടുത്ത ഈവൻ ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 1 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പം ആ നാച്ചുറൽ നമ്പറിൽ തന്നെയുള്ള ഈവൻ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സിലുള്ള ഈവൻ നമ്പർ ഇരട്ട സംഖ്യകൾ കണ്ടുപിടിക്കുക. അടുത്തടുത്തുള്ളതായിരിക്കണം.
അതിനെ പെയറാക്കി എഴുതാന്ന് പറഞ്ഞാൽ രണ്ടുപേരെ ഒന്നിപ്പിച്ച് എഴുതണം, അടുത്തടുത്തുള്ളവരെ അടുപ്പിച്ചെഴുതണം. അങ്ങനത്തെ കുറച്ച് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ബോത്ത് ഓഫ് ദം ആർ ലാർജർ ദാൻ 5. 5-നേക്കാട്ടി വലിയ നമ്പറായിരിക്കണം. 5-നേക്കാട്ടി വലിയ നമ്പറായിരിക്കണം. രണ്ട് നമ്പറും 5-നേക്കാട്ടി വലുതായിരിക്കണം എഴുതുന്ന. സച്ച് ദാറ്റ് ദെയർ സം ലെസ് ദാൻ 23. എന്നാൽ അതിനെ തമ്മിൽ കൂട്ടുമ്പം ഉത്തരം 23-നേക്കാട്ടി ചെറുതുമായിരിക്കണം. നമ്പേഴ്സ് 5-നേക്കാട്ടി വലുതായിരിക്കണം, എന്നാൽ അത് തമ്മിൽ ഇടുന്ന നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമ്പം കിട്ടുന്ന നമ്പർ എന്തിനെക്കാട്ടി ചെറുതായിരിക്കണം? 23-യെക്കാട്ടി സമ്മ് ചെറുതായിരിക്കണം. അവിടെ ഇപ്പോൾ 5-നേക്കാട്ടി വലിയ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാ? 5-നേക്കാട്ടി വലിയ 5 ഒരു ഓഡ് നമ്പറാണ്. പക്ഷേ 5-നേക്കാട്ടി വലുതായിട്ട് വരുന്ന ഈവൻ നമ്പേഴ്സിൻ്റെ സെക്ഷൻ എന്ന് പറയുമ്പോൾ 6 പറഞ്ഞാൽ തൊട്ടടുത്ത അടുത്തുള്ള ഈവൻ നമ്പർ ഏതാ? 8 പറഞ്ഞെങ്കിൽ അടുത്ത ഏതാ? 10. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എടുക്കുവാണെങ്കിൽ പേഴ്സ് ആയിട്ട് എടുക്കുമ്പോൾ 6, 8, 8, 10 അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്. നമ്മൾ ആ ഈവൻ നമ്പേഴ്സിനെ എന്ത് വിളിക്കും? ലെറ്റ് എക്സ് കോമ എക്സ് പ്ലസ് 2. അടുത്തടുത്തുള്ളതാകുമ്പം എക്സ്. ഇപ്പോൾ 6 പറഞ്ഞാൽ അടുത്ത 8 പറയുന്നത്. 8 പറഞ്ഞാൽ 10 പറയത്തില്ല. അപ്പം എക്സ് ആണെങ്കിൽ എക്സ് പ്ലസ് 2. ലെറ്റ് എക്സ് കോമ എക്സ് പ്ലസ് 2 ബി ദ എന്താണ്? കോൺസിക്യൂട്ടീവ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. നമ്മുടെ കോൺസിക്യൂട്ടീവ് അടുത്തടുത്തുള്ള ഈവൻ നാച്ചുറൽ നമ്പറായിട്ട് നമ്മൾ വിളിക്കുന്ന ആരെയൊക്കെയാണ്? അവരെ വിളിക്കുന്നവരാണ് എക്സ് പ്ലസ് 2 എന്ന് വിളിക്കുന്നത്. നമുക്ക് അറിയാത്തതുകൊണ്ട് ക്വസ്റ്റ്യനിൽ പറയുന്നത് അടുത്തടുത്തുള്ള ഈ നമ്പേഴ്സ് കൂട്ടുമ്പോൾ ഈ എക്സ് പ്ലസ് 2 കൂടെ എക്സ് പ്ലസ് 2 കൂടെ കൂട്ടുമ്പോൾ വരുന്ന സമ്മ് എന്ന് പറയുന്നത് 23-യെക്കാട്ടി എന്തായിരിക്കണം? ചെറുതായിരിക്കണം. സച്ച് ദാറ്റ് ദെയർ സം ലെസ് ദാൻ 23. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ വരുന്നത് 23-നേക്കാൾ ചെറുതായിരിക്കണം. 23-നേക്കാൾ ചെറുതായിരിക്കണം എന്ന ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഈ രണ്ട് നമ്പേഴ്സും എന്തിനെക്കാട്ടി വലുതായിരിക്കണം? 5-നേക്കാട്ടി വലുതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുകൂടെ ഓർത്ത് വെച്ചോണം. അപ്പം കൂട്ടുമ്പം 23-നേക്കാട്ടി ചെറുത് കിട്ടണം. അപ്പോൾ നമുക്ക് നോക്കാം. എക്സ് കൂടെ കൂട്ടുമ്പം 2x + 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 23. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 23. 2 ഇപ്പുറത്ത് വന്നാൽ -2. എടാ 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്ര വരും? 21 എന്ന് വരും. അപ്പോൾ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 21/2. 21-ൻ്റെ പകുതി 20-ൻ്റെ പകുതി 10. 1-ൻ്റെ പകുതി ആരാ? അപ്പം 21-ൻ്റെ പകുതി 10.5 10.5. എടാ 10-യെക്കാട്ടി നമ്പർ 10-യെക്കാട്ടി എന്തായിരിക്കണം? ചെറുതായിരിക്കണം. 10-യെക്കാട്ടി നമ്പർ ചെറുതായിരിക്കണം. നോക്ക്, സമ്മിൻ്റെ കണ്ടീഷൻ നോക്കിയപ്പം 10 അല്ലെങ്കിൽ അതിനെക്കാട്ടി ചെറുതായിരിക്കണമെന്ന് മനസ്സിലായി. ഏത്? എക്സ് ആണ് കേട്ടോ. എക്സ് ആണ്, എക്സ് പ്ലസ് 2 അല്ല. എക്സ് എന്ന് പറയുന്ന നമ്പർ എന്തിനെക്കാട്ടി? 10-യെക്കാട്ടി ചെറുതായിരിക്കണം. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന പേഴ്സ് ഏതൊക്കെ? പിന്നെ നമ്പർ 5-നെക്കാട്ടി വലുതായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 2 നമ്പരും 5-നെക്കാട്ടി വലുതായിരിക്കണം. 5-നെക്കാട്ടി വലിയൊരു നമ്പർ ഏതാണ്? ഈവൻ നമ്പറായിട്ട് വരുമ്പോൾ അപ്പോൾ 6 വരും. 6 എടുത്താൽ തൊട്ടപ്പുറത്തുള്ള ആരാ? ഉത്തരമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. 6, 8 അതൊരു പെയറാണ്. അത് 5 എടുക്കാൻ പറ്റത്തില്ല. 5 അല്ലെങ്കിലും 5 ഒരു ഓഡ് നമ്പറാണ്. പിന്നെ അവർ പറഞ്ഞ 5-നെക്കാട്ടി വലിയ നമ്പേഴ്സ് എടുത്ത് തുടങ്ങാനാണ് പറയുന്നത്. അപ്പം അടുത്ത നമ്പർ ഏതാ? 6 എടുത്താൽ തൊട്ടടുത്ത് വരുന്ന ഏതാ? എക്സ് എടുത്താൽ എക്സ് പ്ലസ് 2 വരുമെങ്കിൽ 6 എടുത്താൽ 6 + 2 8 വരും. പിന്നെ അടുത്തത് 8 എടുത്താൽ 10 വരും. ഓക്കെ, അടുത്തത് 10 എടുക്കാൻ പറ്റുമോ എന്ന് ഡൗട്ട് വരും. പറ്റും. കാരണം എക്സ് പ്ലസ് 2 എടുക്കുമ്പോൾ അത് 12 പോവും. നമ്മുടെ ക്വസ്റ്റ്യനിൽ കിട്ടിയേക്കുന്നത്, നമ്മുടെ ആൻസർ ഇപ്പോൾ സോൾവ് ചെയ്ത് കിട്ടിയത് എക്സ് 10-യെക്കാട്ടി ചെറുതെടുക്കാമെന്നാണ് പറയുന്നത്. 10-യെക്കാട്ടി ചെറുത് ആരാ? എക്സ് ആരായിട്ട് എടുക്കാം? 10-യെക്കാട്ടി ചെറുതുള്ള ഈവൻ നമ്പർ 10 ഉണ്ട്. 10 എടുത്താൽ ഉത്തരം 12 എന്ന് കിട്ടും. എക്സ് നമുക്ക് 5-നെക്കാട്ടി ആദ്യം എഴുതിയ ആൾ നമ്മുടെ എക്സ് ആണ്. രണ്ടാമത്തെ നമ്മുടെ എക്സ് പ്ലസ് 2. ഇത് 6 2 കൂട്ടിയ 8. ഇത് എക്സ് പ്ലസ് 2. ഇത് നമ്മുടെ എക്സ് പ്ലസ് 2. ആ രീതിയിലാണ് നമ്മൾ എഴുതിയേക്കുന്നത്. എക്സ് പ്ലസ് 2 എക്സ് പ്ലസ് 2 എന്നുള്ള രീതിയിലാണ് പെയർ ചെയ്ത് എഴുതിയേക്കുന്നത്. അപ്പോൾ 12 വരുമെന്നൊരു ഡൗട്ട് വരും. ഇത് എന്താണ്? 10-യെക്കാട്ടി ചെറുത് വരണ്ടേ? എക്സ് ആണ് 10-യെക്കാട്ടി ചെറുത് വരേണ്ടത്. എക്സ് 5-നെക്കാട്ടി വലുതും 10-യെക്കാട്ടി ചെറുതുമായിരിക്കണം. നമ്മുടെ എക്സുകളെല്ലാം നോക്കിയതേ, ഈ എക്സ് 5-നെക്കാട്ടി വലുതല്ലേ? ഇത് 5-നെക്കാട്ടി വലുതാണ്. ഇതും 5-നെക്കാട്ടി വലുതാണ്. എല്ലാവരും 10-യെക്കാട്ടി ചെറുതുമാണ്. ഈ 10 10-യെക്കാട്ടി ചെറുതല്ലേ? 8 10-യെക്കാട്ടി ചെറുതാണ്. 6 10-യെക്കാട്ടി ചെറുതാണ്. അവർ വന്ന 2 കണ്ടീഷനും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ഒരു കണ്ടീഷൻ 5-നേക്കാൾ വലുതായിരിക്കണം. പിന്നെ കൂട്ടുമ്പം എന്ത് കിട്ടണം? 23-നെക്കാട്ടി ചെറുത്. കൂട്ടുമ്പോൾ 23-നെക്കാട്ടി ചെറുത് എന്നുള്ള ലോജിക്കിൽ നമുക്ക് കിട്ടിയതാണ് എക്സിൻ്റെ വില 10-യെക്കാട്ടി ചെറുത്. ക്വസ്റ്റ്യനെ പറയുന്നത് 5-നെക്കാട്ടി വലുത്. 5-നെക്കാട്ടി വലുതായിരിക്കണം. എക്സ് എന്ന് പറയുന്നത് എക്സ് > 5 ആയിരിക്കണം. 5-നെക്കാട്ടി വലുതായിരിക്കണം. അതേസമയത്ത് ഈ 2 കണ്ടീഷനാണ് നോക്കണ്ട. 5-നെക്കാട്ടി വലുതും
10നെക്കാട്ടി ചെറുത്. നമ്മൾ എഴുതിയേക്കുന്ന എക്സുകളെല്ലാം X+2 നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. എക്സ് എഴുതുമ്പോൾ തന്നെ നമുക്ക് X+2 കിട്ടും. X+2 10 വന്നപ്പോൾ 12 വരാൻ പറ്റത്തുള്ളൂ. എക്സുകളുടെ പ്രത്യേകതയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. 5നെക്കാട്ടി വലുത് എഴുതണം. പിന്നെ X 10നെക്കാട്ടി ചെറുതുമായിരിക്കണം. ഓക്കെ, 10നെക്കാട്ടി ചെറുതുമായിരിക്കണം. അങ്ങനത്തെ നമ്പേഴ്സ് എഴുതുമ്പോൾ നമ്മുടെ പേരുകളെന്ന് പറയുന്നത് 6, 8, 8, 10, 10, 12. ഇതാണ് നമ്മുടെ ആൻസേഴ്സ്. 6, 8, 8, 10, 10, 12. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പം ഇതുവരെ നമ്മുടെ ചാനലിൽ ഇപ്പം ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങളിലേക്ക് എത്തുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ തന്നെ നമ്മൾ ഈ ചാനലിൻ്റെ അടുത്ത വീഡിയോസ് നിങ്ങളിലേക്ക് വേഗം എത്തണം. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിനാണ് നമ്മുടെ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയിരിക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവർക്ക് കൂടെ, കാരണം നിങ്ങളുടെ +1 പഠിക്കുന്ന കുട്ടികളിലേക്ക് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക. +1 എക്സാം ഇമ്പ്രൂവ് ചെയ്യുന്ന +2 കുട്ടികളുണ്ട്, അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.